ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഷാരി വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം കല്യാണി പറഞ്ഞ കാര്യങ്ങൾ കല്യാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്, നിങ്ങളുടെ മകളാണെന്ന് തെളിയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കിരണേട്ടനെ ഉപേക്ഷിച്ച് പോയിക്കോളാം എന്ന് പറയുകയാണ്. കിരണം പറയുന്നുണ്ട്, അതെ, നിങ്ങൾ പറയണ പോലെയാണ് നടക്കണമെങ്കിൽ ഞാനും കല്യാണി ഇനി ഒരിക്കലും കാണത്തുമില്ല, സംസാരിക്കത്തില്ല, രണ്ടിടത്തായിരിക്കും നിൽക്കുന്നുണ്ടാവുക എന്ന് പറയുവാണ്. അത് മാത്രമല്ല, നമ്മുടെ ഷാരിയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ എലിസബത്ത്, അവർ പറഞ്ഞ കാര്യം ഷാരി ആലോചിക്കുക കേട്ടോ. നീ തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ജോലി രാജിവെക്കും. അത് മാത്രമല്ല, നീ എന്ത് പറയണോ അതെല്ലാം തന്നെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞത്. അതൊക്കെ തന്നെ ആലോചിക്കുന്ന ഷാരിക്ക് ഏറെ കുറേ കാര്യങ്ങളൊക്കെ, പകുതി കൂടുതൽ കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റുന്നതാണ്. കാരണം ഇവരിത്ര ഉറപ്പോടെ പറയണമെങ്കിൽ അതിലെന്തോ ഒരു കാര്യമുണ്ടെന്ന് ഷാരിക്ക് മനസ്സിലാവാട്ടോ. അങ്ങനെ ഷാരി ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കരയുവാണ്. അത് കണ്ടുകൊണ്ട് സരി വരുന്നുണ്ട്. എന്താ അമ്മേ, എന്താ പ്രശ്നം? അമ്മ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒറ്റയ്ക്ക് കരയുന്നത് ഞാൻ എപ്പോഴും കാണുന്നുണ്ട്. എന്താ കാര്യം? അമ്മക്ക് എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷാരി പറയണ്ടേ, ഇല്ല മോളെ, ഒന്നുമില്ല, ഇല്ല, അമ്മക്ക് എന്തോ ഉണ്ട്. അമ്മ എന്താ എന്നോട് പറയാത്ത? ഇത്രയും നാളിടയ്ക്ക് അമ്മ ഇതുപോലെ വിഷമിച്ചിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. മാത്രമല്ല, എന്തുണ്ടെങ്കിലും അമ്മ എന്നോട് പറയാറുണ്ട്. പക്ഷേ ഇപ്പം മാത്രം അമ്മ ഒന്നും പറയുന്നില്ല. എന്താ അമ്മ കാര്യം? ഞാൻ വിഷമിക്കുമ്പോൾ എന്ന് ഓർത്തിട്ടാണ് അമ്മ ഒന്നും പറയാത്തത്. അങ്ങനെയൊന്നുമില്ല അമ്മ, അമ്മക്കറിയാലോ ഞാൻ അങ്ങനെ പെട്ടെന്ന് തളർത്താൻ പറ്റുന്ന ഒരു പെണ്ണല്ല ഞാൻ. അതുകൊണ്ട് അമ്മക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ എന്ന് പറയുമ്പോൾ, ഇല്ല മോളെ, ഒന്നുമല്ല, നിന്നെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, നിൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ വിഷമിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഷാരി അവിടെ നിന്ന് പോകുവാണ്. ആ സമയത്താണ് ഷാരിനെ ആ ഫോറൻസിക് ലാബിലെ ആ ഒരു ഉദ്യോഗസ്ഥൻ വിളിക്കണത് കേട്ടോ. അത് അവയാൾ വിളിക്കുമ്പോഴേക്കും ഷാരിയുടെ നെഞ്ചിടിപ്പ് ആകെ കൂടുവാണ്. ഹലോ സർ എന്ന് പറയുമ്പോഴേക്കും, ഹലോ മാഡം, ഇത് ഞാനായിരുന്നു. മാഡം പറയുന്ന റിപ്പോർട്ട് കിട്ടിയായിരുന്നു കേട്ടോ. മാഡം നേരിട്ട് വരുവാണെങ്കിൽ റിസൾട്ട് ഞാൻ നേരിട്ട് തരാം എന്ന് പറയുമ്പോൾ, അതിനെന്താ സർ, ഞാൻ വന്നോളാം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ ഒരു കഫേ തന്നെ സാർ വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ അവിടെ വരാം സർ എന്ന് പറയുവാണ്. ശരി മാഡം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം, മോളെ, ഞാൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകുക. എവിടെയമ്മ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ വന്നിട്ട് പറയാം മോളെ. എന്താ, ആ റെക്കോർഡറിനെ കുറിച്ച് എന്തെങ്കിലും കാര്യം കിട്ടിയോ? അതെ മോളെ, അതെ, അതിനു വേണ്ടി പോകുന്നത്. ആ റെക്കോർഡർ എവിടെയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ നോക്കിയിട്ട് മോൾക്ക് കൊണ്ടുവന്ന് തരാൻ കേട്ടോ. മോൾ ഇവിടെ നിൽക്കുക, ഞാൻ പോയിട്ട് വരാം. ഞാൻ വരണ്ട? എന്തെങ്കിലും കാര്യമുണ്ടോ? വേണ്ട, മോളിവിടെ വരണ്ട. മോളും കൂടി വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സംശയവും. അതുകൊണ്ട് അമ്മ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഷാരി അവിടെ നിന്ന് പോകുക കേട്ടോ. ഷാരി ആകെ വിഷമിച്ചിട്ടും എന്താകും എന്നറിയാണ്ടും ആകെ ടെൻഷനായിട്ടൊക്കെ അങ്ങനെ പോകുവാണ്. അങ്ങനെ അവിടെ എത്തുമ്പോഴേക്കും ആ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കുക കേട്ടോ. ആ മേഡം പറഞ്ഞ പോലെ തന്നെ ആ മുടിനാരഴ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ റിസൾട്ടായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. എന്താ സാർ ഇതിൻ്റെ റിസൾട്ട് എന്ന് ചോദിക്കുമ്പോഴേക്കും, അല്ല മേഡം എന്തിനാ ഇത്ര ടെൻഷനാവുന്നത്? മേഡത്തിൻ്റെ മോളുടെയും ഫ്രണ്ടിൻ്റെയും മുടിനാരഴയല്ലേ, പിന്നെ മേഡം തന്നെ ടെൻഷൻ അടിക്കണം? അതേ സാർ, ഞാൻ പറഞ്ഞല്ലോ, അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഇത്ര ആദ്യം പിടിച്ച് ചോദിക്കണത്. എന്താ സാർ റിസൾട്ട്? അത് അവളുടെ മകൾ തന്നെയാണ് അല്ലേ എന്ന് പറയുമ്പോൾ, ഇല്ല മേഡം വിചാരിച്ച പോലെയല്ല, അവളുടെ മകളുടെ അല്ല അത് എന്നിങ്ങനെ പറയുവാണ്. അവർ രണ്ടുപേരും അമ്മയും മകളും അല്ല എന്ന് പറയുമ്പോൾ ഷാരി ആകെ തകർന്നു പോകുക കേട്ടോ. അങ്ങനെ കുറച്ചു നേരം അങ്ങനത്തെ ഇരുന്ന് പോവാണ്. ഹലോ മേഡം, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല എന്ന് പറയുവാണ്. ശരി മേഡം, എന്നാൽ ഞാൻ പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഷാരി പെട്ടെന്ന്, അതെ സർ, ഒരു കാര്യം കൂടി ചെയ്യാവോ? ഞാൻ പൈസ സാറിന് ഇനിയും തരാം. ഞാൻ വേറൊരു മുടിനാരയുടെ തരാം. ആ മുടിനാരയുടെയും ഇതിലെ മകളുടെ മുടിനാരയുടെയും അമ്മയും മകളാണ്, ഒന്ന് നോക്കാവോ? അതിനെന്താ മേഡം, ഞാൻ ചെയ്തോളാലോ എന്ന് പറയുവാണ്. അങ്ങനെ നമ്മുടെ ഷാരി താരയുടെയും കൂടി അങ്ങനെ നോക്കാൻ വേണ്ടി പോകുവാണ്. കാരണം താര തന്നെയാണോ ഇനി സരയുവിൻ്റെ അമ്മ എന്നുകൂടി നോക്കണമല്ലോ. അങ്ങനെ ഷാരി ആ കാര്യം തീരുമാനിക്കുകയാണ്. ഷാരി ഒരു സംസാരിക്കാൻ വേണ്ടി, ഭയങ്കര സ്നേഹത്തോട് സംസാരിക്കാൻ വേണ്ടി തന്നെ താരയുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ താരയെ സമീപിക്കുവാണ്. അതിനുശേഷം താരയുടെ കയ്യിൽ നിന്നിട്ടും താരയുടെ മുടിനാരയുടെ സംഘടിപ്പിച്ച ഷാരി ആ ഒരു ഉദ്യോഗസ്ഥനെ വീണ്ടും പോയി കാണുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സർ, ഇനി ഈ മുടിനാരയുണ്ടല്ലോ, ഇതും ഞാൻ പറഞ്ഞ ആ പെൺകുട്ടിയുടെ മുടിനാരയും രണ്ടും അമ്മയും മകളാണെന്നോ സാർ ഒന്ന് നോക്കാവോ? അതിനെന്താ മേഡം, റിസൾട്ട് ഞാൻ നാളെ തന്നെ പറയാലോ എന്ന് പറയുവാണ്. അങ്ങനെ ഷാരി വീണ്ടും കുറച്ച് പണവും ആ ഒരു മുടിനാരയെയും ആ ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുക കേട്ടോ. അതിനുശേഷം ഷാരി വീണ്ടും പോകുവാണ്. പെട്ടെന്ന് തന്നെ ആ ഉദ്യോഗസ്ഥൻ വിളിക്കുന്നുണ്ട്, മേഡത്തിൻ്റെ റിസൾട്ട് ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ, ശരി, ഞങ്ങൾ കാണാനുള്ള സ്ഥലത്തിന് താൻ വെയിറ്റ് ചെയ്തോളൂ, ഞാൻ അങ്ങോട്ട് വരാം എന്ന് ഷാരി പറയുക കേട്ടോ.
അങ്ങനെ ഷാരി വീണ്ടും ആ ഉദ്യോഗസ്ഥനെ കാണാൻ വേണ്ടി കുറച്ച് പണമൊക്കെ ആയിട്ട് പോവാണ്. ഈ സമയത്ത് പോകുമ്പോൾ സരയു ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഈ അമ്മക്ക് കുറച്ച് എന്തൊക്കെയോ എന്നോട് പറയാൻ പറ്റാത്ത വിഷമങ്ങളുണ്ട്, പക്ഷെ അമ്മ പറയുന്നില്ല. എന്തായിരിക്കും അതെന്ന് നമ്മുടെ സരയു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി അമ്മ ഇതുപോലെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മേനെ പിന്തുടർന്ന് പോകണം എന്ന് സരയു വിചാരിക്കുകയാണ്. അങ്ങനെ ഷാരി ആ ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് പോവാണ്. പോകുന്ന ഷാരിനെ നെട്ടിച്ചുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, ഈ പ്രാവശ്യം മേഡം തന്ന മുടിനാരിഴയുണ്ടല്ലോ, അത് ആ മകളുടെ ഒറിജിനൽ യഥാർത്ഥ അമ്മയുടെ മുടിനാരിഴയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഷാരി ആകെ തകർന്നു പോവാണ്. ആ ശരി സാർ, വളരെ ഉപകാരം, സത്യസന്ധമായിട്ട് എനിക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ തന്നതിന് എന്ന് പറയാണ്. അങ്ങനെ ശരി മേഡം എന്ന് പറഞ്ഞിട്ട് അയാൾ പോകുന്നുണ്ട്. അയാൾ പോയി കഴിഞ്ഞതും നമ്മുടെ ഷാരി ആകെ തകർന്നു പോവുകയാണ്. പെട്ടെന്ന് തന്നെ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു പിടിച്ചു നിന്നായിരുന്ന ആ ഒരു വിഷമവും സങ്കടവും ദേഷ്യവും പകയും എല്ലാം തന്നെ ഷാരി പെട്ടെന്ന് പൊട്ടിക്കരയുവാട്ടോ. അതിനുശേഷം ഷാരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇതിലെല്ലാത്തിനും കാരണം രാഹുലാണ് എന്ന് ഷാരി മനസ്സിലാക്കാണ്. അങ്ങനെ ഷാരി ആ ഒരു ദേഷ്യത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് പോകുവാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ സരയുവാണ് കേട്ടോ മുമ്പിലേക്ക് വരുന്നത്. ആ അമ്മ ഇത് എവിടെ പോയിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ഷാരി ദേഷ്യത്തോടു കൂടി തന്നെ സരയുനെ നോക്കുവാണ്. അമ്മയെന്ന് ഞാനൊരിക്കലും നിൻ്റെ അമ്മയാവരുടെ, നിൻ്റെ അച്ഛനിലെ ഒരു വേറൊരു താഴ്ന്ന ഒരു പെണ്ണിനുണ്ടായിരുന്ന ഒരു അവിഹിത ഗർഭത്തിൻ്റെ ഫലമാണ് നീ ഒരിക്കലും എന്നെ അമ്മയെന്ന് വിളിച്ചൂടാ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു, എൻ്റെ മോളെപ്പോലെ. ഞാൻ നിന്നെ അമ്മയാക്കിയിട്ട് നീയാണ് എന്നെ അമ്മയാക്കിയത്. പക്ഷേ എങ്കിലും ഞാൻ നിന്നെ ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം നീ എൻ്റെ ഭർത്താവിൽ അവിഹിതത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരയൂന് ഷാരി എന്താണ്, അതായത് അവർ തമ്മിൽ ചെറുതായിട്ടൊരു മാനസികമായിട്ടും അത് ഇങ്ങനെ അകലുന്ന ഭാഗങ്ങളും കൂടി നമ്മൾ കാണാൻ പോകുന്നുണ്ട്. സരയ്ക്ക് അത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ദിവസം തന്നെ ഒരുപാട് സ്നേഹിച്ച അമ്മ തന്നെയാണല്ലോ ഇപ്പോൾ തന്നോട് അകൽച്ച കാണിക്കണത് എന്ന് സരയു വിചാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ഷാരി തൻ്റെ തനി സ്വരൂപം രാഹുലിൻ്റെ മുമ്പിൽ പുറത്തെടുക്കുന്നത്. അങ്ങനെ തന്നെ ചതിച്ചുകൊണ്ടിരുന്ന ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും തന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്ന രാഹുലിനോട് ഷാരിക്ക് തീരാത്ത വൈരാഗ്യമാണ് തോന്നുന്നത്. ഷാരി അങ്ങനെ രാഹുലിൻ്റെ അടുത്തേക്ക് പോവാണ്. നിങ്ങളുടെ പെങ്ങളെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അവളെയും അവളുടെ ഭർത്താവിനെ ഒരുപാട് വർഷം നിങ്ങൾ അകറ്റി, അതിനുള്ള ശിക്ഷയാണ് എനിക്കിപ്പോൾ കിട്ടിയത്. എല്ലാം കൂടി എനിക്ക് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പെങ്ങളെല്ലാം ചതിച്ചുകൊണ്ടത് എന്നെയായിരുന്നു. ഷാരി, നീ എന്തൊക്കെയാണ് ഈ പറയണത് എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ, ഞാൻ എല്ലാ സത്യവും മനസ്സിലാക്കി. സരയു ആരുടെ മകളാണ് എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ പറയും, നിനക്കിത് തലക്ക് വല്ല പ്രശ്നമുണ്ടോ? എന്താ അവസാനം നിനക്ക് തലക്ക് പ്രശ്നം തന്നെയായോ എന്ന് ചോദിക്കുവാണ്. ഞാൻ ചോദിച്ചത് നിങ്ങൾ മറുപടി പറയാം. സരയു എൻ്റെയാണോ താരയുടെ മകളാണോ? എന്താ അപ്പുറത്തുള്ളവർ നിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ? നീ പ്രസവിച്ച നിൻ്റെ മകളെ നിനക്കറിയില്ലേ ഷാരി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പ്രസവിച്ച എൻ്റെ മകളല്ലേ, നിങ്ങളിത് പറഞ്ഞു പോകരുത്. നിങ്ങൾക്ക് അവിഹിതത്തിലുണ്ടായിരുന്ന മകൾ എങ്ങനെയാണ് എൻ്റെ മകളാവണതെന്ന് ചോദിക്കുകയാണ്. എല്ലാത്തിനും റിസൾട്ട് അടക്കം എനിക്കുണ്ട്, ഞാൻ തന്നെയാണ് സത്യങ്ങളൊക്കെ തെളിയിച്ചതെന്ന് പറയുമ്പോൾ രാഹുൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ അവളുണ്ടായിരുന്ന പൂച്ചട്ടി എടുത്തിട്ട് രാഹുലിൻ്റെ തലയ്ക്കൊരു ഒറ്റ അടി വെച്ച് കൊടുക്കുവാട്ടോ ഷാരി. രാഹുൽ അപ്പം തന്നെ ബോധമില്ലാതെ വീഴുവാണ്. അതിനുശേഷം രാഹുലിൻ്റെ ജീവനും ഒക്കെ ആ ഒരു നിമിഷം ഇല്ലാതായി പോകുവാട്ടോ. ഷാരിക്കാകെ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാണ്. അങ്ങനെ എന്തായാലും രാഹുൽ എന്ന് പറഞ്ഞ ആ ഒരു അവതാരത്തെ ഷാരി തന്നെ, അതായത് തന്നെ ചതിച്ചും വഞ്ചിച്ചും ഒരുപാട് പേരുടെ ജീവിതം തകർത്ത, എന്തിന് ആ അവസാനമായിട്ട് തകർത്ത ആ മേഘ്നയുടെ ജീവിതമാണ്. അതിനെല്ലാത്തിനും തെറ്റുകാരനായ രാഹുൽ അങ്ങനെ ഒടുങ്ങുവാണ്. കാരണം രാഹുൽ എന്ന് പറഞ്ഞാൽ ബഗാസുരൻ ഇല്ലാതാകുന്ന കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.